വിശാലമായി പ്രസംഗിക്കുക ഉദ്ദേശിക്കില്ല. ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം തണ്ടവും തടയിലും. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരിക്കലും അതിൽ തളർന്നു പോകുക. ലോകത്തെ ഏറ്റവും കൂടുതൽ നിഅമത്താക്കിയ ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഇബാദത്തിനെങ്കിലും ശുക്രിനെങ്കിലും അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവാണ് ഞങ്ങൾക്ക് പ്രതിഫലം തന്നവും. ഇങ്ങനെ ചെല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ചെല്ലക്കത്തൊരു പലപ്പോഴും സാമാന്യമായിട്ട് ഞങ്ങളൊട്ടിയെ ചെല്ലാറ് ഞങ്ങൾ ചൊല്ലാം. ನಾನು കുറേ ആൾമാർക്ക് ഉപകാരാക്കിയ അങ്ങനെ ഞങ്ങളെ ക്യാറാക്കിയില്ല, ശ്രദ്ധിച്ചില്ല. ഇത് സർവ്വസാമാന്യ സാധാരണ ഞങ്ങളെ കാതിൽ കേൾക്കുന്ന പലക്കാണ്. കുറേ ആൾമാർ ബേജാറ് വന്ന് ചെല്ലേണ്ടുണ്ട്, പ്രയാസങ്ങൾ വന്ന് ചെല്ലേണ്ടുണ്ട്. അങ്ക് ഞാനിങ്ങനെ ഹെൽപ്പാക്കിയാണ് ഇപ്പം ഞങ്ങളെ ക്യാറാക്കിക്കൊണ്ടില്ല. അത് ചിലപ്പോൾ ഔത്തിലുള്ള കുടുംബക്കാർ കയറ്റിക്കോ, മുട്ടത്തെ ആൾമാർ കയറ്റിക്കോ, നിരക്കര കയറ്റിക്കോ. ഞങ്ങളുടെ ജീവിതത്തിൽ പല ആൾമാർക്കും നല്ല ഹെൽപ്പാക്കിയിട്ടിക്കോ. ചിലപ്പോൾ ആ ഹെൽപ്പാക്കിയതിനെ നെനപ്പൊന്നും വെച്ചിട്ടിക്കാല, അങ്ങ് ക്യാരയാക്കില്ല, അങ്ങ് ഉൾട്ട തിരിഞ്ഞിട്ടിക്കുക. ഇതിനെ ഇങ്ങനെ പ്രയാസം കൽബിൽ വെച്ച് നടക്കണമെങ്കിൽ കുറേ ആൾമാരുള്ള. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രയാസങ്ങൾ, ഈ വിഷയങ്ങൾ അന്ത്യനാൾ വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കരുത്. കാരണം മനുഷ്യരുടെ ಬಗ್ಗೆ ഖുർആൻ ചെന്നത് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മനുഷ്യരെത്ര നന്ദികെട്ട ആളുകളാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. നന്ദിയുള്ള ആൾമാർ കൊറടിയാണ്. ഖുർആൻ ചെന്തുവ ഖലീലും മിൻ ഇബാദിയ ശകൂർ. നന്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ള ഭാരി കൊറടി. കൃതജ്ഞരായ ആൾമാർ കൊറടിയാണ്, കൃതജ്ഞരാണ് യാർ. അപ്പൊ അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിയതാണ്. അതേ സമയത്ത് ഒരു മനുഷ്യരെ ദൗത്യം എന്താണ്, കർത്തവ്യം എന്തിനു കേട്ടെങ്കിൽ ഞങ്ങൾക്കൊരാൾ ഉപകാരമാക്കിയെങ്കിൽ അതൊരിക്കലും മറന്നു പോകണമോ തീരാ. അത് നെനപ്പ് വേണം. അവനക്ക് ശുക്രാക്കൽ നന്റെ ബാധ്യതയാണ്. നിങ്ങളൊക്കെ ഉപകാരമാക്കിയാലും വേദിക്കൊരു ഉദാഹരണം എങ്കിൽ ഞാനത് മറക്കോ തീറ, നിങ്ങൾക്ക് ദോരക്കടമാ. അങ്ങനെ അതെപ്പോഴും നല്ലൊട്ടി ഞാൻ മറക്കോ തീറ. കാരണം മല്ലം യസ്കുലിന്നാസലം യസ്കുലില്ല. മനുഷ്യന്മാരുടെ നന്ദിയാക്കാത്ത ഒരാൾ അള്ളാഹു നന്ദിയാക്കില്ലാണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നന്റെ ബാധ്യതയാണ്. അതേ സമയത്ത് നിങ്ങൾ അത് പ്രതീക്ഷിക്കോ തീറ. നിങ്ങൾക്ക് ഞാനൊരു ഉപകാരമാക്കിയാൻ വേദിക്കാം എങ്കിൽ നാളെ നന്ദി നിങ്ങളെ ഒട്ടത്തെ പ്രതീക്ഷിക്കോ തീറ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് വലിയ പ്രയാസങ്ങൾ വേണ്ടേ, മനസ്സ് നൊമ്പലായോണ്ടിക്കടെ. നാളെ ഒരു 5 വർഷം ആടലിത്താക്കിയ ആ സ്വറാക്കി ഈ സ്വറാക്കി ഇപ്പൊ തന്നെ ആരോഗ്യ ആറാക്കല്ലേ. അത് ഒരിക്കലും മനുഷ്യരെ ഒട്ടത്തെ നന്ദി പ്രതീക്ഷിക്കവേ തീറ. അങ്ങനെ ഞാൻ ഏത് കാലത്ത് പ്രതീക്ഷിക്കണേ ആ കാലത്ത് നിന്റെ മനസ്സിലെ നൊമ്പല തീരുകയില്ല. എപ്പോ നോക്കിയും ടെൻഷനിലേക്കടെ. ഒരു മനുഷ്യരെ വിജയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെ ചെത്തു കൊണ്ടുണ്ടാ ഒരു മനുഷ്യർക്ക് നല്ല സഹാദത്ത്, വിജയം, മനസ്സിന് വലിയ സന്തോഷം എപ്പോഴും ചൊന്നെങ്കിൽ നാളെ ഒരാൾക്ക് ആക്കിയെങ്കിട്ട ഉപകാരത്തെ നാണപ്പ മറന്നുവിടും. നാളെ നിങ്ങൾക്കൊരു ഉപകാരമാക്കിയാൻ ചൊന്നെങ്കിൽ അതിനെ ഇങ്ങനെ എടുത്ത് പാടിയോണ്ടിക്കോ തീര, ചൊല്ലുകയും തീരാ. നക്കത് മറന്ന് പിന്നെ എത്രമോ കാലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെല്ലുവാറോ ഓ അണ്ടിങ്ങനെ ഇങ്ങനെ ഉപകാരം നിങ്ങൾ ആക്കിയാൽ ഒക്കെ ഞാൻ അപ്പ കേൾക്കില്ല, നക്കത് മറന്നിട്ടേ പോയി. ഇത് മനുഷ്യരെ വിജയത്തെ ലക്ഷണമാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. നാളെ ഒരാൾക്ക് ആക്കിയെങ്കിട്ട ഉപകാരത്തെ മറന്നുവിടണോ. അതേ സമയത്ത് നക്കൊരാളെങ്കിട്ട ഉപദ്രവത്തെയും ഞാൻ മറന്നുപെടണം. ഒരാൾ നക്കൊരു ഉപദ്രാക്കിയത്തിന് വിചാരിക്കാം കാലകാലം ഞാൻ അത് നിരപ്പാക്കട. അപ്പൊ നന്റെ ടെൻഷന്റെ ഏറ്റവും വലിയ ആയുധം എന്തിനെന്നുണ്ടാ ഇത് ഓരോ താച്ചനാക്കാൻ ഞാൻ അടക്കം ഏതോ ഒരു സമയത്ത് നക്കൊരാൾ എന്തരമോ ആക്കി അത് മരിക്കടത്തോളം കൊണ്ടുവരവേ ഇല്ല. മരണത്തെ കിടക്കൽ തെറ്റിട്ട് വരെ വസിയത്താക്കടങ്ങിയ താൽമാറുള്ള ഞാൻ മരിച്ചെങ്കിൽ ഇന്നാൾ ഇന്ന ആൾ വന്നെങ്കിൽ നന്റെ വയ്യത്തയാൾ കാട്ടുക തീരാൻ ചൊല്ലെങ്കിൽ താൽമാറുള്ള ഞാൻ അച്ഛനാക്കി ഇന്നത്തെ സ്വതുപത്തിൽ അതേ വിഷയാണ് ചെന്നേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യൻ അവസാനം അസ്തമിച്ചു പോണ്ട. അതുകൊണ്ട് നാവ് എന്ത് തൊന്തരായിട്ടില്ല. അവൻ അങ്ങനെയാണ് വസിയത്താക്കുക. ഉറപ്പൊക്കെ പോയപ്പോ ആ മയ്യത്തിലെ 3 കാര്യമായി നണ്ടൊട്ടി കേട്ടത്. ഇന്നാലിന്നൊരു ശത്രു വന്നത് അയാൾ ചെമ്മ ഉപ്പതരാക്കിയത് മയ്യത്ത് കാട്ടണ്ടാണ്. അപ്പ ചൊന്നറോ എന്താ കട്ടുന്നു വസിയത്ത് ജാരിയാക്കുള്ള ഒരു ധൃതിയാണ്. ഞാൻ ചൊന്ന നിങ്ങൾ മയ്യത്ത് കാട്ടോ ആ വസിയത്ത് നടപ്പിലാക്കണ്ട. കാരണം ആ വസിയത്ത് ആക്കിയതിന്റെ പേരിൽ അയാൾ ഇപ്പൊ ബേജാറായോണ്ടിപ്പോ മരണം വരുമ്പോ പിന്നെന്തും ഇല്ല മനുഷ്യൻ ഞാൻ എന്തിനും ഇങ്ങനെ ആക്കിയ ഫമാ വലത്തും വലിത്തുറാം. നിങ്ങൾ എന്തെല്ലാം ജന്മം കൊടുത്തറാ ഈ ലോകത്ത് അതെല്ലാം മണ്ണ് പോണ്ടതെന്നാണ് ഇന്നത്തെ ഖുതുബത്തിൽ ഓർമ്മപ്പെടുത്തി. ഫമാ ബനൈതും ലിൽ ഖറാബ്. നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം അത് ഖറാബായി പോണ്ടതാണ്. ഒരു സെക്കൻഡ് വഴി ചിലപ്പോൾ കമ്പന ഉണ്ടാവും, അല്ലെങ്കിൽ ഏതും ഒരു വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇല്ലാണ്ടായി പോയി. ഇന്നത്തെ പത്രത്തിൽ ഞാൻ നോക്കിയേ കോഴിക്കോട് ഒരു ബിൽഡിംഗ് 100 വർഷത്തെ വലിയ പ്രതാപമുള്ള ബിൽഡിംഗ് തകർന്നു പോയി. ഫമാ ബനൈതും ഫലിൽ ഖറാബ്. നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഖറാബ് കാണും. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെല്ലാം നശിച്ചു പോണ്ടതാണ്, ഒന്നും കൂടെ ബാക്കിയാവില്ല. മരണസമയത്ത് കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമത്തിൽ ചൊല്ല്
റൂഹ് അങ്ങ് എടുത്തിട്ട് തൊണ്ടക്കൊഴി എത്തുമ്പോ അവിടെ എല്ലാവരും കേൾക്കടാറ് മന്ത്രിക്കുക ആരെങ്കിലും ഉള്ളാറ ഒന്നിയാൾ അയാത്ത് കുമ്പർന്നു ഒരു കാൽ പിന്നൊരു കാൽ അവൻ അടിച്ചോണ്ടുള്ള എന്തും ആക്കുകയില്ല. ഒരാൾക്കും ഒരാളെ നിപ്പാട്ടുക സാധ്യയില്ല. പലപ്പോഴും മരിച്ചിട്ട് ദഫനാക്കിടെ മുന്നോട്ട് ചില ആൾമാർ ചെല്ലാറ് ഇന്നാൾ ബാംഗ്ലൂരിൽ വന്നുകൊണ്ടുണ്ടു, ഇന്നാൾ ഗൾഫിടെ വന്നുകൊണ്ടുണ്ട്. അതുകൊണ്ട് മയ്യത്തര കുറെ ആൾമാർ കാട്ടറെ കുറെ ആൾമാർ ചിലപ്പോൾ ഇവിടെയും തുടങ്ങിയത്. ചിലപ്പോൾ മയ്യത്തെല്ലാം ആയിട്ട് പോയാൽ പിന്നെ അവിടെ എടുത്തിട്ട് കഫനെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാട്ടറെ. ഇത്ര പുതിയതാണ് ഇപ്പൊ തുടങ്ങടോ. അതെന്തി ഏതോ വണ്ടെങ്കിൽ ആളെ കാക്കടെ അങ്ങനെ കാത്തെങ്കിൽ മയ്യത്തിനെ ഹയാത്താക്കുക. അവിടെ ബാംഗ്ലൂർ വണ്ടെങ്കിൽ ഒരാഴ്ച നാടിതാ അഞ്ഞ വന്നോണ്ടുള്ള ആസനത്തിലെത്തിയോണ്ടുള്ള മയ്യത്ത് വെക്കോർ. ഇവിടെ കുളിപ്പാട്ടിട്ടായിട്ട് നിസ്കരിച്ചിട്ടായിട്ട് മയ്യത്തിനെ നീ കാക്കണോ? നാണങ്ങളൊട്ടിയെല്ലാം ചൊല്ലേ നീ വന്നിട്ട് ഈ മയ്യത്തിനെ ഹയാത്താക്കടാൻ ഗ്യാരണ്ടി കാക്കട. ഒരു നാളല്ല 2 നാൾ കാക്കുക. ഹയാത്താക്കുക സാധ്യമാ വന്നിട്ട് നോക്കണമുണ്ട. ഇത്രയും ഒരു ഫാത്തിയ പോലും ചിലപ്പോ ഓതാതെ പിന്നെന്തെങ്കിലും മയ്യത്തിനെ വെച്ച് കാക്കണോ? ഈ അടുത്ത് ഞങ്ങളെ ലിഫ്റ്റിൽ മരണപ്പെട്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ താഴത്തെ എന്റെ വലിയ പിരിസത്താളാണോ ചെറുക്ക ബായി വരാത്ത ചെറുക്ക. ആ മരിച്ചെന്നെ ഞാൻ അവിടെ പോയി നോക്കി ഒരു 7-10 ബായി വരാത്ത കഴിയുന്നാൽ അതിങ്ങനെ ഉൾപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടിട്ട് വലിയ പിരിച്ച് ഇന്ദുന്ന് വരെ ഇന്നാറത്. അപ്പൊ ആ ചെറുക്ക ഞങ്ങളൊക്കെ വലിയ പിരിസാണ്, ആരൊട്ടിയ പിരിസാണ് ആ മനുഷ്യൻ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയി ആവില്ല എന്നാലും എന്റെ മനസ്സിലേക്കാണ് ഞാൻ പോയിട്ട് ചാർമാടി എത്തുമ്പോ ഫോനാക്കിയാറ് മയ്യത്ത് കൊമ്പന്നിട്ട് പള്ളിയിൽ വെച്ചില്ലാറ് നിസ്കരിച്ചിട്ടില്ലായിട്ട് കുറെ വലിയ തങ്ങന്മാർ എല്ലാവരും ഉള്ളാറ് ഇങ്ങോട്ട് ഉള്ളാറ് കേട്ടാ. ഞാൻ ചെന്ന ചാർമാടിയിലുള്ള മയ്യത്ത് കാക്കണ ഞാൻ കാക്കറും ചെന്ന ഗ്യാരണ്ടി കാക്കട. ഞാൻ ചൊന്ന മയ്യത്ത് കാക്കണ്ട ഞാൻ പണ്ടേ മക്ക് മനസ്സിൽ വലിയ ബേജാറുണ്ടോ നോക്കും ആയില്ലെങ്കിലും ചൊല്ല ബേജാറും. എന്നാലും ഞാൻ അവിടെ ചെന്ന മയ്യത്ത് കാക്കണ്ട. പിന്നെ അതൊരു ബിസിയാവും. മയ്യത്ത് കാത്തരും ചൊന്നോട്ടു ഞാൻ പോകുമ്പോ ഡബലെല്ലാം ആയിട്ട് മണ്ണിട്ടോണ്ടുള്ളാറ്. പിന്നെ ദൂരപ്പോ എനിക്ക് ചാൻസ് കിട്ടിയിട്ട് അവിടെ ഞാൻ എണ്ണപ്പാക്കിയത് മയ്യത്ത് അവിടെ വെക്കറും ചൊന്നെങ്കിൽ ആ മയ്യത്തിനെ നമുക്ക് ഹയാത്താക്കുക. അവിടെ ചെന്നത് മനുഷ്യൻ മരിക്കലോടുകൂടെ എല്ലാം തീർന്നു പോകണേ. അവിടെ എന്തോ ആക്കുകയില്ല. അതുവരെയാണ് അവന്റെ കാർവാർ. അപ്പൊ ആ സമയത്ത് വരെ മനുഷ്യന്റെ വസീയത്ത് എന്തിനും ചൊന്നെങ്കിൽ എന്താക്കണ്ട കാട്ടണ്ടാന്ന് ചൊന്നിട്ട് ഇങ്ങനെ എപ്പത്തമാ പക വെച്ച് നടക്കണമെങ്കിൽ താഴ്മാറുള്ള ഇതെല്ലാം മനുഷ്യൻ സ്വയം നശിക്കുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഞാൻ ചെല്ലട്ട ഈ ലോകത്ത് മരിക്കടോടത്തോളം ആരോഗ്യമായിട്ട് ജീവിക്കണുണ്ടായെങ്കിൽ ഒരു ടെൻഷനും ബേജാറും ഇല്ലാണ്ടായി ജീവിക്കണുണ്ടായെങ്കിൽ മനുഷ്യരുടെ മുട്ടത്തെ ഒരു ശുക്രും ഒരിക്കലും പ്രതീക്ഷിക്കുക എങ്കിൽ ഞാനൊരു സ്വതന്ത്രനാണ്, ഞാൻ ഗുലാമല്ല, ഞാൻ അടിമയല്ല, ഞാൻ ഏറ്റവും വലിയ റാഹത്തുള്ള ആളാണ്. ഈ ചിന്ത നക്ക് വന്നിട്ടുണ്ടായെങ്കിൽ ഞാനൊരു കേസും കൊടുക്കില്ലേ. നക്ക് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടായെങ്കിൽ അയാൾ ഈ സെക്കൻഡിൽ അത് പിൻവലിക്കുക സാധ്യമാണ്. കാരണം ഈ മനുഷ്യരെ ബാക്കിൽ കൂട്ടിയിട്ട് എന്താവുകൊണ്ടോ എല്ലാം തല്ലവനും തടയണവും റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ. അവനല്ലേ നോക്കണവും അവനല്ലേ നിയന്ത്രിക്കണവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിക്ക് ഒരു മനുഷ്യരുടെ വിജയത്തെ ലക്ഷണമാണ് ഞാൻ ഒരാളാക്കിയെങ്കിത്ത ഉപകാരത്തെ മറന്നുവിടണോ, നക്കൊരാളാക്കിയെങ്കിത്ത ഉപദ്രവത്തെ ഒരിക്കലും ഞാൻ നെനപ്പ് വെക്കോതിറ. അതേ സമയത്ത് നക്ക് ഒരാൾ ഉപകാരം ഇപ്പറാക്കിയിട്ടുണ്ടായെങ്കിൽ ഞാൻ എപ്പോഴും അത് ഓർത്തിട്ടേ വേണോ. ഞാൻ ഒരുത്തക്ക് ഉപ്പതരാക്കിയിട്ടുണ്ടായെങ്കിൽ ഞാൻ അത് മറന്നു പോകുകയെ തീറ. യാറൊബ്ബെ ഇയാൾക്ക് ഞാൻ ഉപ്പതരാക്കിയല്ലേ അപ്പൊ ഞാൻ സ്വയം ഇങ്ങനെ ഞാൻ ക്ലീനായോണ്ടിക്കടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ചെന്ന പലക്കാണ്. ഒരു ലോകത്തെ ഒരു സൈക്കോളജിസ്റ്റും ചൊല്ലുകാവാത്തെങ്കത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യരെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയുള്ള 4 കാര്യങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് മുനാന്തര പൂർത്തീകരണമായിട്ടാണ് ചൊന്നുകൊണ്ടുള്ള എപ്പോഴും ഞങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഞാൻ അങ്ങ് ഉപകാരാക്കി പക്ഷേ ഞങ്ങൾ എന്നെ കേറാക്കില്ല. അത് സ്വന്തം പെഞ്ഞായികനാണ് ഉപകാരാക്കിയാൻ മേടിക്കാം. ആ പെഞ്ഞായിക്ക് ഞാൻ എന്തിനാണ് ഉപകാരാക്കിയേ? അതിലില്ല പഠിച്ചോണ്ടുകൂടെനായിട്ടൊക്കെ എന്റെ കർത്തവ്യമാണ് അതാക്കൂ. പക്ഷെ അവൾ ചെല്ലാറ് തങ്ങളുടെ ഹദീസിലുണ്ട്, നിങ്ങൾ എത്ര പെണ്ണായി ഉപകാരാക്കിയെങ്കിലും ഒരു നാൾ അവൾ ചെല്ലാറ് നിങ്ങളെ മുട്ടത്തെ ഒരു ഹൈറും ഞാൻ കണ്ടിട്ടേ ഇല്ല ചെല്ലാറ്. മനുഷ്യൻ അങ്ങനെ ചെന്നപാടെ നക്കാക്കി ബേജാറായിട്ട് നോനാകെ ടെൻഷനായി എത്തിക്ക് ടെൻഷനാവും. കാരണം അവൾ ചെല്ലാണ്ടിക്കട്ട് കാണ്ടവൾ പഠിച്ചോണ്ടല്ലേ. ഞാൻ അല്ലാഹുവിനായിട്ടാണ് നിന്റെ പെഞ്ഞായി ഉപകാരാക്കിയത്. ഞാൻ അള്ളാഹുവിനായിട്ടാണ് നിന്റെ മക്കളെ ഭക്തിയെ ഒരു നാൾ ആക്കിയതിനെ തിരിഞ്ഞാൻ പേരിക്കാൻ അവളുമില്ല. അള്ളാഹു കാത്തരക്ഷിക്കുമാറാവും. പക്ഷേ അവൾ ഇത്ര വർഷാക്കിയെത്ത നിയമത്തിൽ ഞാൻ എണ്ണിച്ചൊള്ളുക തീറ എന്നെ ഞാൻ ആക്കിയത് അള്ളാഹുവിനായിട്ട് മാത്രം. അതുകൊണ്ട് നിങ്ങളെ എല്ലാ ടെൻഷനും ബേജാറും ഇല്ലാണ്ടാവുന്ന ഒരേ ഒരു മാർഗം മനുഷ്യരുടെ മുട്ടത്തെ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കണ്ട. നന്ദി പ്രതീക്ഷിക്കണായത് അള്ളാഹുടെ മുട്ടത്തെയാണ്. ഖുർആൻ ചൊല്ലു ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മസ്കൂറ. ഇത് നിങ്ങൾക്ക് ഞാൻ തന്നെ പ്രതിഫലമാണ്. നിങ്ങൾ എന്ത് സഅയാക്കിയാൽ അത് നക്കവനായിട്ടായിരൊക്കെ എങ്കിൽ അതിക്ക് ശുക്ർ ഗ്യാരണ്ടി കിട്ടും. നോവിടെ ഇല്ലെല്ലാക്കിയാൽ
എല്ലാം അള്ളാഹുടെ മുന്നിൽ പ്രതിഫലം കിട്ടും. പള്ളി ഇത്ര പൈസ കൊടുത്താൽ ആരും ചെന്നല്ലാവില്ല. ഒരു ദുആ പോലും കിട്ടിയില്ല, അറ്റ്ലീസ്റ്റ് ഒരു ദുആ കിട്ടിയില്ല. ഉസ്താദിനെ കേസ് കൊടുക്കല്ല, അയാൾ ദ്വാർന്നിട്ടില്ല, അയാൾ ദ്വാർന്നിട്ട് എന്താവും? അയാളും ഒരു മനുഷ്യനല്ലേ, മഖ്ലൂഖല്ലേ. അവിടെ നമുക്കൊരു ബേജാറും ഇല്ല. കാരണം നാണ് നിക്ഷേപമാക്കിയത് സുന്ദൂഖുൽ അമലായ അമലിന്റെ പെട്ടിയായ ഖബറുവേനായിട്ടാണ്. ഓപ്പൺ ആക്കി നോക്കുമ്പോൾ പെട്ടി ദമ്മത്ത് കിട്ടണു, ഇത് അള്ളാഹുവേനായി. അള്ളാഹു ചെന്ന വകാന സഅയുകും മഷ്കൂറ, നീ എത്ര പ്രവർത്തനങ്ങളാക്കടാ അത് മഷ്കൂറാണ്. നാളെ തന്നെ നീക്ക് ചൊല്ലവനാണ് അള്ളാഹു. ഏറ്റവും വലിയ ഖജനാവുടെ ഉടമയായ അള്ളാഹു ചെന്നോണ്ടിരിക്കുമ്പോ ഈ മനുഷ്യനെ ഒരു ശുക്ർ കിട്ടുവാനായിട്ട് എന്തിന് നന്ദി നടക്കും? അതിനർത്ഥം നിങ്ങൾ ശുക്രില്ലാത്ത ആൾമാരാവോ തീരാ. ഞങ്ങൾ എല്ലാവരും നന്ദിയുള്ള ആൾമാരാണ്, ഞങ്ങളുടെ കർത്തവ്യം. പക്ഷെ ഞാൻ ഒരാൾക്ക് ഉപകാരമാക്കിയെങ്കിൽ പിന്നൊരാളുടെ കൂട്ടത്തെ നന്ദി പ്രതീക്ഷിക്കേണ്ട. ഞാൻ ആഖിറതുലില്ലാഹി അസ്സ വജൽ പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു, ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. അങ്ങ് പരസ്പരം മൂന്നിന് ഒന്നിലും ഹൈറില്ല. അങ്ങ് കുറെ രഹസ്യം ഉണ്ടോണ്ടിരിക്കുക, അതിലൊന്നും ഹൈറില്ല. ഖുർആൻ ചൊല്ലുന്നു, ഹൈർ എന്തിലുള്ള കൊണ്ടുള്ള ഇല്ലാ മൻ അമറ ബിസദഖ, ഏതോ ആൾമാർ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള അവിടെ നിങ്ങൾ ചെല്ലാറ് എല്ലാവരും സദഖ കൊടുക്കുറവും ചെല്ലാർ. ആ സദഖ കൊണ്ട് കൽപ്പിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും ഹൈറായ പലക്കാൻ പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത്. നാലാൾമാർക്ക് ഉപകാരമാവും. നിങ്ങൾ നാലാൾമാരൊക്കെ പിരിവെടുത്തിട്ട് നിങ്ങൾ അവർക്ക് കൊടുത്താൽ സദഖ കൊണ്ട് കൽപ്പിച്ചാൽ ഇതിക്ക് വലിയ ഹൈറുണ്ടോ? ഔ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിച്ചാൽ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ആൾമാർ തപ്പിട്ടുള്ള അങ്ങനെ നന്നാക്കുവാനായിട്ട് നിങ്ങൾ പണിയെടുത്താൽ ഇതിൽ മാത്രമാണ് ഹൈർ. എന്നിട്ട് അവിടെ ഖുർആൻ ചെന്ന പറക്ക് ഇതെന്തിനാണ് ഞാൻ ആക്കിയത്? ചൊല്ലുകല്ല, ഞങ്ങളെ ചന്താക്കിയ ഒന്നാണല്ലേ, അങ്ങ് കലാക്കി കൊടുത്ത ഒന്നാണല്ലേ, ഇതെന്നും ചൊല്ലുകല്ല. അത് ചൊന്നും കൂടെ ഇത് ആരെങ്കിലും പടച്ചോന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാക്കിയാൽ അങ്ങ് ചെമ്മ പ്രതിഫലങ്ങൾ ഞങ്ങൾ കൊടുക്കണം. അജ്റൻ അദീമ, ധാരാളം പ്രതിഫലങ്ങൾ ഞങ്ങൾ കൊടുക്കണാണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നുകൊണ്ടുള്ള. അതുകൊണ്ട് മനുഷ്യരെ ശുക്ർ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കണ്ടവൻ അല്ലാഹു ഖുർആൻ ചെന്നല്ലേ, മനുഷ്യൻ തന്നെങ്കിൽ എത്ര ചെലവാ, ചിലപ്പോൾ അതിൽ എണ്ണിച്ചോന്നോണ്ടിരിക്കുക. ദുനിയാവ് അങ്ങനെയാണ്. ഖുർആൻ ചൊല്ലുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. നിങ്ങൾ നല്ല ഈമാനുള്ള ആൾമാരൊക്കെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെമ്മാക്കിടാറ അല്ലാഹുവിനായിട്ട് മാത്രമാക്കിടൊക്കെ എങ്കിൽ ലഹും അജ്റുൻ ഗൈറു മംനൂൻ, നല്ല പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ കിട്ടും. അത് ഗൈറു മംനൂൻ, എണ്ണിച്ചൊല്ലാത്തത്. ഒരാളും ചൊല്ലുകയിൽ ഒത്തും എണ്ണിച്ചെല്ലാത്തതാണ്. നാളെ പോയിട്ട് നമ്മൾ സ്വർഗം കിട്ടും. അവിടെ വന്നിട്ട് പിന്നെ മലക്കിന് ഇടയ്ക്കിടയ്ക്ക് ഉപ്പതറ പോയില്ലേ, എനിക്ക് നാണല്ലേ തന്നെ, ഞങ്ങളല്ലേ തന്നെ, പഠിച്ചോളും ചൊല്ലില്ല. ഇവിടെ കാലമേൽ കാലിട്ടിട്ട് ആറാമത്തേക്ക് ഇത് നല്ലതേ ചൊല്ല കന്നവൻ ആറോൺ. പക്ഷെ അവനൊരിക്കലും എണ്ണിച്ചെല്ലില്ല. അവൻ അത് മറന്നുവിട്ട നന്റെ റബ്ബു മറന്നുവിട്ട, മലായിക്കത്ത് മറന്നുവിട്ടാറ്. മനുഷ്യനോ, മനുഷ്യൻ ചിലപ്പോ ചൊന്നു കാട്ടുക, എണ്ണിക്കാട്ടുക. ഈ അടുത്തൊരാൾ എഴുതിയിട്ടുണ്ട്, ഒരു വിശ്വസ്തനായ ആളാണ് എഴുതിയത്. എടുത്ത് ഞങ്ങൾ മുതാലിമ ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെ ചെന്നിട്ടില്ല. എന്തേലും ചൊന്നെങ്കിൽ നക്കൊന്ന് കിട്ടട്ടും ചൊന്നിട്ട് എപ്പോൾ നിരീച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കട്ടും ചൊന്നിട്ട് പഠിക്കാം. ബെന്യാസറിന്റെ യൗമുൽ ജുമുഅത്ത് നിങ്ങൾ സദഖ ഇടണം പഠിപ്പാട്ടെ ഞങ്ങൾ മുതാലിമീങ്ങളൊട്ടിയെ. അപ്പൊ ഇടണോ, കൊടുത്തിട്ട് നിങ്ങൾ ശീലിക്കുക, എടുത്തിട്ട് ശീലിക്കലല്ല, കൊടുക്ക. ബെന്യാസറിന്റെ സദഖ കൊടുക്കുക, നല്ല 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 ദൈനംദിന സദഖാക്ക. അപ്പൊ ഞാൻ ചെന്നത് ദുനിയാവിൽ ചിലപ്പോൾ എണ്ണി ചെല്ലുവാറ്. അയാൾ എന്തിനെന്തിനും ചെന്നെങ്കിൽ ബേക്കൽ ഉസ്താദിന് ഒരാൾ കാർ കൊടുത്തുള്ള നല്ല കാർ കൊടുക്കാം. അത് ആ സമയത്ത് മറന്നുവിടണമെന്ന് ഞാൻ ചെന്നില്ല. പിന്നെ എണ്ണിച്ചൊല്ലെങ്കിൽ എന്താ വിഷയം, നല്ല കാർ കൊടുത്തിട്ട് അങ്ങനെ ഉസ്താദ് ഇങ്ങനെ പോയിട്ടുണ്ടോ. അപ്പൊ ആ കൊടുത്തെങ്കിൽ അയാൾ വേറെ ആളോട്ടിങ്ങനെ ചൊല്ലേ, അത് നല്ല കാറിൽ അയാൾ ഓടിയോളേ. പിന്നെ ഇത് വേണം ഉസ്താദിക്ക് ഇത് കൊന്തേ, അയാൾ ആണ് പോകണം ചൊല്ലു. ഉസ്താദിക്ക് ഇത് കൊന്തേ, ഉസ്താദ് ഡ്രൈവറിനെ വിളിച്ചിട്ട് ഈ കാറിന് നേരെ അയാൾ കൊടുക്കും. സ്വന്തം അയാൾ കൊടുത്തു, നിങ്ങളുടെ കാറിനൊക്കെ വേണ്ട. ആണ് മോൻ ചൊല്ലിക്ക റജുൽ ഹിമ്മത്തിൻ ചൊല്ലിക്കല്ലേ എന്തേ എണ്ണിച്ചൊല്ലില്ല. കൊടുത്തേക്ക് തീർത്ത് നല്ലതല്ലല്ലേ, നാളെ ഉള്ളാക്കി നിനക്ക് തന്നെ നല്ലതാണ്. പഠിച്ചോണ്ടൊന്നുകൊണ്ടുള്ള ഞങ്ങൾ കൊടുത്തതിൽ നിന്നാണ് അങ്ങ് ചെലവാക്കിക്കൊണ്ടുള്ളത്. നിങ്ങൾ ഞാൻ 10 ലാക്ക് തന്നെ, എന്നിട്ട് ഞാൻ ചൊല്ല രായത്തെല്ലാം നിങ്ങൾ കൊടുക്കാറുള്ളൂ. അങ്ങനെ നിങ്ങൾ കുറിച്ചെല്ലാം എടുത്തിട്ട് വലിയ ആളെ പോലെ ഇങ്ങനെ ദേശിച്ചെല്ലാം കൊടുക്കും. എല്ലാം പറഞ്ഞു ഓതിയാക്കുമ്പോൾ കാണ്ടോണ്ടേയിരിക്കും ഇയാളെ കൊടുക്കൂടെ. അയാളതല്ലല്ലത്, അയാൾക്കൊരു പൗറും അതിലില്ല. കാരണം നാനാണ് കൊടുത്തത്. പക്ഷെ മനുഷ്യൻ എന്താക്കണം ചോദ്യം നല്ലതിനും ചൊന്നിട്ട നക്കാൽ വലിയ ഫലക്കയത്ത് ജീവിതത്തെ ഏറ്റവും വലിയ വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കാർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തേ മനുഷ്യൻ എണ്ണി ചൊല്ലുക. അവിടെയാണ് ഞാൻ ചൊല്ലുക പ്രതീക്ഷിക്കണായ ശുക്ർ അല്ലാഹുവിന്റെ മുഖത്ത് ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഒരിക്കലും എണ്ണി ചൊല്ലാത്ത ഏറ്റവും നല്ല പ്രതിഫലം കണ്ടവൻ അല്ലാഹുവാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ
നേരെ മദീനക്ക് യാത്ര പോയിക്കൊണ്ടുണ്ട്. 100,000 കിലോമീറ്റർ നടന്നിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോ സഹോദരന്മാരെ ബാക്കി എനിക്ക് ഉപകാരാക്കണമെന്നുള്ള നല്ല മനസ്സ്. ഒരു പക്കം ഇങ്ങനെ പോയി നിൽക്കുമ്പോ ഒരാൾമാർ തണ്ണിയെല്ലാം എടുത്തുകൊണ്ടുള്ളാറ്. 2 പെൺമക്കൾ ദൂരെ നിന്നാറ്. അനക്ക് തണ്ണി എടുക്കുക ആയിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാമിനൊട്ടിಗೆ സഹായം കേട്ടില്ല. കേൾക്കലായിട്ട് പോകുന്നത് മനസ്സിലാക്കി ഇയാൾക്ക് സഹായത്തെ അകത്തുകൊണ്ടു നക്ക് സഹായമാക്കുമ്പോൾ തീരൂ. അതുകൊണ്ട് ഇങ്ങനെ കേട്ടോട്ട് വരണ്ട. മൂസാ നബി അലൈഹി സ്വലാം അപ്പുറം പോയിട്ട് ചെന്നു, നിനക്ക് നീ എന്തോടെ ദൂരെ നിന്ന് അപ്പുറം പോയിട്ട് കേൾക്കണേ, നിനക്ക് എന്റെ അകത്തുണ്ടാ ദൂരം എന്ത് നിന്നാൽ അത് ആൾമാരെല്ലാം ഇങ്ങനെ തണ്ണി എടുത്ത് പോകണ്ടാറ്. ഞങ്ങൾക്ക് അങ്ങനെ എതിർന്ന് പോയിട്ട് ചാടുക ഉണ്ടാറ്. ആണിങ്ങാണ് ഞങ്ങൾ അപ്പുറത്ത് വേസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിങ്ങൾ ആൾമാരെല്ലാം പോയാൽ പിന്നെ ഞങ്ങൾ തണ്ണി എടുത്ത് പോകണേ. മൂസാ നബി അലൈഹി സ്വലാം എന്താക്കി തോന്നുന്നുണ്ട, അവിടെ ഇന്ന കിണ അതിങ്ങനെ ബന്ധായിക്കൊണ്ട് അതിന് കല്ല് ഓപ്പൺ ആക്കുക എത്ര ആൾമാർ വേണം. മൂസാ നബി അലൈഹി സ്വലാം എതിരെടുത്തിട്ട് ഇങ്ങ് തണ്ണി കോരി കൊടുത്തു. പിന്നെ നേരെ പോയിട്ട് ഒരു മരത്തിലെ തണലിനടിയിൽ തെറ്റിയിട്ട് യഥാർത്ഥത്തിൽ ഒരു അകയില്ല, ഒരു പെഞ്ഞയില്ല, മക്കയില്ല, എന്തും ഇല്ലാത്ത ആളാണ് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ ഒരു ദുആ നടത്തിയിട്ട് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നീ എന്തെങ്കിലും ഖൈർ നക്ക് തണ്ടെങ്കിൽ നക്കത് വേണോറപ്പേ അള്ളാഹുറൊട്ടി അങ്ങ് ചെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു പെണ്ണിങ്ങനെ വണ്ട്, ആ പെണ്ണ് വന്നിട്ട് ചൊന്നു എന്റെ ബാപ്പ വിളിച്ചോണ്ടുണ്ടോ നിങ്ങൾ പറഞ്ഞോളൂ അവത്തോളും. അങ്ങനെ വലിയ സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം. ഞാൻ ഈ അടുത്ത് 100 ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ കേട്ടെങ്കിൽ കേൾക്കണം, നിർബന്ധമായും കേൾക്കണം. കേട്ട വിഷയമാണ് ഖുർആൻ 136 വട്ടം ചെന്നേറ്റ പേരാണ് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നാമത്തെ ജുസു മുതൽ അവസാനത്തെ ജുസു വരെ ആരംഭിച്ച് ചൊന്നേറ്റ് സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം ചൊന്നിട്ടും വയ്യാവുണ്ട് അള്ളാഹു. അവസാനത്തെ ജുസു കിട്ടിയിട്ടും കേൾക്കണേ അല്ലാത്ത മൂസാ നബിയുടെ വിഷയം കൊണ്ടുണ്ടല്ലേ ഈ പരിശുദ്ധ ഖുർആൻ. പിന്നെയും കേൾക്കണം ആ മൂസാ നബി അലൈഹി സ്വലാമോട് മുട്ട ഈ പെണ്ണ് വന്നിട്ട് ചെല്ല് നിങ്ങൾ പറഞ്ഞോളാ, നിങ്ങൾക്ക് ബാപ്പ വിളിച്ചോണ്ട് അങ്ങനെ പോകുമ്പോ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലു, നീ എതിർ പോകുമ്പോ കാത്തു വന്നിട്ട് ഈ പെണ്ണിന്റെ കാലിങ്ങനെ ഇളകിയുണ്ടുണ്ട് അഥവാ ഔറത്ത് കണ്ടുകൊണ്ടു. മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലു, ഇനി അവരെ ബാക്ക് പോകണമെന്ന് ചൊല്ലു. മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലു, ഞാൻ എതിർന്ന് പോകണ്ട, നീ ഔറത്ത് കണ്ടുകൊണ്ടുണ്ടോ അത് നോക്കുക. അവർ വലിയ അമീനായ ആളാണ്. അങ്ങനെ ചെന്ന് ഞാൻ തെറുതപ്പിങ്ങോ കല്ലെറിഞ്ഞു ആ ഭാഗത്തിലൂടെ ഞാൻ പോണ്ടേ ചൊന്നിട്ടു. ഔത്ത് പോയപ്പോ നല്ല ഫുഡെല്ലാം റെഡിയാക്കി വെച്ചതോടെ ഷുഐബ് നബി അലൈഹി സ്വലാമിനൊട്ടി മൂസാ നബി അലൈഹി സ്വലാം ചൊന്നു, നമുക്ക് വേണ്ട ചൊന്നു നക്കിത് വേണ്ട, ഇതെന്തിക്ക് നിങ്ങൾ റെഡിയാക്കിയത്, ഞാൻ നിങ്ങളുടെ മുകളിൽ തണ്ണി എടുത്തു കൊടുത്തല്ലേ. ഞങ്ങളൊന്നും അത് പ്രതീക്ഷിക്കാത്ത ആൾമാരാണ്. ഞാൻ ഈ നന്മയാക്കിയത് ഇല്ലാഹി അസ്സ വജൽ ആർക്ക് വേനായിട്ട് മാത്രമാണ് ആക്കിയത്, അള്ളാഹുക്ക് വേനായിട്ട് മാത്രമാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ ചോറ് നിനക്ക് വേണ്ട, നിങ്ങൾ എന്തും വേണ്ട ചെന്നപ്പോ പിന്നെ അതും നബിയല്ലേ ഷുഐബ് നബി സയൻ പൊട്ടല്ലേ ഞങ്ങൾക്ക് തന്നെ ആൾമാരെന്തോ ഞങ്ങൾ മാന്യന്മാരാണ്. അങ്ങനെ ചൊന്നിട്ട് ഷുഐബ് നബി അലൈഹി ഇസ്ലാം സൽക്കാരാക്കിയിട്ട് പിന്നെ മോളുടെ മകനാക്കി കൊടുത്തു, ആള് കൊടുത്തു, സമ്പത്ത് കിട്ടിയിട്ട് പിന്നെ ഈജിപ്റ്റ് പുറമെ എല്ലാം നിറഞ്ഞിട്ടാണ് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നോണ്ടു. അവിടെ എല്ലാം ഞാൻ എല്ലാ വിന്യാസം ചൊന്നത് ഒരേ സത്യമാണ്. അല്ലാഹു അസ്സ വജൽ ഏറ്റവും വലിയ മുതലാളിയും രാജാവും അള്ളാഹുവാണ്. അവണ്ടൊട്ടിയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് ഒരാൾ മാറിക്കുക, പ്രയാസത്തിലേക്ക് ഒരാൾ മാറിക്കുക, അങ്ങനെ ഇത് ബേജാറ് ചൊന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സിസ്റ്റം എന്ന് കേട്ടെങ്കിൽ ഫക്റാണ്, ദാരിദ്ര്യമാണ്. പൈസ ഇപ്പല്ലേ മുട്ടത്തിൽ വന്ന് പെട്രോൾ വന്നതിൽ പിന്നെ ഗൾഫ് വന്നതിൽ പിന്നെ പൈസ വന്നിട്ടാകുമ്പോൾ സൗകര്യങ്ങൾ കൂടിയിട്ട് ഞങ്ങൾ ആരോഗ്യങ്ങൾ നശിച്ചു പോയിട്ട് ഉള്ളതെല്ലാം തിന്നുകുതവാക്കിയ അതൊക്കെ മുന്നോട്ട് ഒരു ലൈഫ് നിങ്ങൾ നോക്കുക. ആരോഗ്യപൂർണമായ ബതുക്കൂ, ഏറ്റവും നല്ല സന്തോഷത്തെ ബതുക്കൂ. ഇനി ഒരാൾ കട്ടിയോ പൈസ ഇന്നെങ്കോ തിന്നോ കണ്ടോ ഇല്ല. അപ്പൊ ഞാൻ ചെന്നത് ഈ ലോകത്തെ സിസ്റ്റം എന്തിനും കേട്ടെങ്കിൽ ദാരിദ്ര്യമാണ്. പണം ചൊല്ലത് മനുഷ്യരെ പലപ്പോഴും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അയാളൊട്ടി അതുകൊണ്ട് ഇയാളൊട്ടി ഇതുകൊണ്ട് ചൊന്നിട്ട് ഞാൻ ബേജാറാവണമെന്നില്ല. അസുൽ മനുഷ്യരെ അസുൽ ദാരിദ്ര്യമാണ്. ചെയർമാനും ചൊല്ലി ഇയാളത്തെ ഒരാൾ ചെല്ലുന്ന കേട്ടെ, ചെയർമാൻ ഇപ്പൊ എല്ലാവരും ചെയർമാൻ ചൊന്നിട്ട് ഒരുത്തരുടെ കൂടെ ബന്ധപ്പാട്ടിലല്ല, എനിക്ക് ചെയർ മാത്രം ചെയർമാൻ അവിടെ തെറ്റവണ്ട് ബേജാറോ അയാളെ ചെയർമാൻ ആക്കിയത്. നാനും ചെയർമാനല്ലേ, നാനും ചെയറിലല്ല തെറ്റില്ലേ. നൂറ്റാണ്ടുകൾക്ക് മുന്നോൾ വർഷങ്ങൾക്ക് മുന്നോൾ ദിക്കൊക്കെ ജാഗയില്ല, പായില്ല, എന്തും ഇല്ല, കുറിച്ചില്ല. അതിന്റെ വലിയൊരു അധ്യക്ഷയിക്കില്ല, അല്ലെ ഒരു ഉസ്താദായിട്ട് അയാളെ ആദരിച്ചിട്ട് ഇപ്പൊ തെപ്പാട്ടണം. അപ്പൊ എവിടെമോ കഷ്ടപ്പെട്ടിട്ട് ഒരു ചെയർ വന്നിട്ട് തെപ്പാട്ടിയ. അങ്ങനെ ചെയർമാൻ ബാക്കിടങ്ങളിലെ ഭൂമിമാൻ നിലത്തിൽ തെക്കടോ, ഇയാൾ മാത്രം ചെയർമാൻ. ഇപ്പൊ എല്ലാവരും ചെയർമാൻ, എല്ലാവർക്കും ചെയർ. ഞാൻ വിചാരിക്കണേ ഞങ്ങളുടെ റായത്തുള്ള ഉപ്പള്ളിയിലുള്ള ഏറ്റവും വലിയ ദരിദ്രൻ പേര്, ആ ദരിദ്രന്റെ ഔത്തര സൗകര്യം പോലും പണ്ടത്തെ ഫിറഔന്റെ ഔത്തർ ഇങ്ങനെ നമ്പുവാറ. ഫിറഔൻ ചെന്നെങ്കാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയല്ലേ. അവനക്ക് തിരക്കത്തെ കുറിച്ചുണ്ട, അവനക്ക് കാത്തുപോലെ ഫാനുണ്ട,
അവർക്ക് AC ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, നാളാൻ തെച്ചിട്ട് ഇങ്ങനെ കാത്തിരണ്ടേ. ആ ഫിർഔൻ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാട്ടി സൗകര്യത്തിലുള്ള എത്ത നാട് പാടിയോണ്ടിരിക്കുന്നത് ഇല്ലല്ല, എപ്പോ നോക്കി ഇല്ലല്ല ആ വിശ്വാസം എന്റെ കൽബ് വന്നിട്ടുണ്ടായി. പിന്നെ ഒരു ബേജാറുമില്ല. അപ്പൊ ഞാൻ ചെന്നത് എല്ലാം തഖദീറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കില്ല. തന്റെ അള്ളാഹു കാരണം ഇത് ഞങ്ങൾ മനസ്സ് നല്ല ഉറപ്പിക്കണം. എന്റെ വിശ്വാസം അള്ളാഹുവാണ് തന്നെ വിചാരിച്ചത്. അള്ളാഹു തರುವ ഗ്യാരണ്ടിയല്ലേ, തോന്നിപ്പിക്കലാണ് അള്ളാഹു. ഞാൻ ഈ അടുത്ത് ഞാനോട് ഒരു ക്ലാസ് എടുത്തിട്ടല്ലേ രണ്ട്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എന്റെ തലയിൽ RCC ഉണ്ട്, പൈസ എല്ലാം കുറെ കടാക്കിയിട്ട് 1 ലക്ഷം പൈസ ഉണ്ട്, 1 ലക്ഷം പൈസ ഉണ്ട്, നല്ല സിമെന്റ് റോഡ് കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ ഇന്ദ്ര ആക്കട ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചെന്ന് ഉസ്താദ് 1 ലക്ഷം പൈസ ഉണ്ട്, എന്റെ കറാമത്തിന് പാസ്സാക്കിയിട്ടുണ്ടാവും. കറാമത്ത് എന്തോ അല്ല, ഇത് അള്ളാഹു തന്നെ എനിക്കൊരു സൗകര്യം. പൈസ ഫ്രീ തന്നതല്ല, കടമേ. 1 ലക്ഷം എൻ്റെ പൈസ ഉണ്ടോ? അത് വെറുതെ ഞാനിങ്ങനെ ഔത്തർ വെക്കില്ല. ഇപ്പൊ അകത്തെന്തെങ്കിലും അത് വെച്ചിരുന്നു കുഞ്ഞു വെക്കിടത്. അത് നിങ്ങൾ എടുത്തോളൂ, അകത്തേക്കോ ആണ് കരഞ്ഞ് ഹക്കൻ സ്വത. അത് പൈസ കടാണ്. പക്ഷേ ഒരാളൊട്ടി കേട്ടിട്ടില്ല, എന്തോ ഇല്ല. ഇങ്ങനെ ബേജാറിന് പുറത്ത് പോകുമ്പോ ഒരാൾ രണ്ട് ഇപ്പുറം വിളിച്ചിട്ട് ചെല്ലില്ല 1 ലക്ഷം പൈസ ഉണ്ടോ, അത് ഒത്തിരി ഇങ്ങനെ അണിഞ്ഞോണ്ടുണ്ടോ, നിങ്ങൾ എടുത്ത പോകും വർക്കത്താക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചേ തക്കതീറിലുണ്ടാ പഠിച്ചോണ്ട് തന്നെ ഗ്യാരണ്ടിയല്ലേ. നമുക്കൊരാൾ ഒരു ഉദാഹരണം ചെന്നിട്ട് ഒരു മീൻ മീൻ പിടിക്കണമെങ്കിൽ ആള് അയാൾ ഇങ്ങനെ മീൻ പിടിച്ചോണ്ട് പിടിച്ച് മോന്തിയിട്ട് മീൻ കിട്ടിയേയില്ല പാവയ. അങ്ങനെ ലാസ്റ്റ് 1 മീൻ കിട്ടിത്തോളാം. ഈ 1 മീനിന്റെ അടുത്ത വന്ന് മാർക്കറ്റിൽ ഇങ്ങനെ വെച്ച് വെച്ച് 1 മനുഷ്യ അയാളെ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ മോന്തിയാകുമ്പോൾ ഉണ്ടല്ലോ സാധാരണ 100 രൂപയുടെ മീൻ 50 രൂപ കൊടുത്തു പോകണ്ട, 25 ഒക്കെ ബോട്ടിൽ ചെന്നു. അങ്ങനെ ഒരുത്ത വന്ന അവൻ ചെന്ന 100 രൂപ തന്നെയല്ല, എത്ര കൊറോടി അവിടെ എത്ര പുഞ്ഞിട്ട് എടുത്ത പോകണ്ടല്ല, അങ്ങനെ കൊറോടി കൊടുത്ത ലാസ്റ്റ് പാവ മൊയ്ത്തോളം മീൻ പിടിച്ച് കഷ്ട വന്നിട്ട് 1000 രൂപ കിറ്റിയിലെ 1 മീൻ, അതും പാതി പൈസ കൊടുത്ത് അങ്ങനെ ബേജാറായിട്ട് ഇതിലെടുത്തോണ്ട് പോയി ഔത്തു. അങ്ങനെ ഈ എടുത്തു പോയ ഔത്ത് പോയിട്ട് മീൻ മുരിക്കുമ്പോൾ അതിനുള്ള നല്ല മുത്തുണ്ടുള്ള വജ്രം എതിരുള്ള ഈ മീനിന്റെ ഉള്ള അവന് വലിയ കോടീശ്വരനായ ഈ കഷ്ട വന്നിട്ട് ഇമ്മാതിരി മൊയ്ത്തോളായിട്ടും പാതി പൈസ വിറ്റവണവും ഈ വിജയം കിട്ടിയിട്ട് അവർക്ക് പ്രാന്തായിട്ടില്ല ഒരാൾ കഥ നന്നൊട്ടിയിട്ടുറപ്പേ അയാളത് എടുത്തു പോയല്ലേ. അവിടെ നാണ് വിചാരിക്കണോ പഠിച്ചോണ്ടൊരു തക്കതീര് നിങ്ങൾ നോക്കണോ, അള്ളാഹോടൊരു തക്കതീര് നിക്കിന്റെ എന്തും തരണ്ടാണ്ട് പഠിച്ചോണ്ട് വിചാരം. അവിടെ അതിനോട് വലിയ മുതലാളിയാക്കാൻ വിചാരിച്ച അങ്ങനെ നീ ബേജാറാവണ്ട. നിക്ക് നാണയം തരും അള്ളാഹു അല്ലേ തന്റെ തക്കതീർ അള്ളാഹുള്ള ഒരു വലിയ മുതലാളി ഹജ്ജി പോയ സംഭവം കഴിഞ്ഞ റമദാൻ ഞാൻ ചെന്നിട്ടില്ല. അയാളുടെ പേര് ചെറിയാപ്പോ ഹാജി, കേരളത്തിൽ. അയാൾ ഹജ്ജി പോകുമ്പോ PT വീരൻകുട്ടി മുസ്ലിയാറുണ്ട്, ഒരു ഉസ്താദ്, ഒരു മദ്രസയിൽ പഠിപ്പെട്ട ഉസ്താദ്. ഇയാൾ വലിയ മുതലാളിയാണ്. പണ്ടത്തെ ഹജ്ജി ബോംബെയിലെല്ലാം പോയിട്ട് അടകരിങ്ങനെ പോകണ്ട എത്രമോ നാളുടെ യാത്ര. അങ്ങനെ ഹജ്ജി പോകേണ്ട ടൈമുള്ള ഒരു ദുആ നടത്തോളല്ലേ. അപ്പൊ ദുആക്ക് പോയി മദ്രസത്തെ ഉസ്താദിന് വിചാരിച്ചില്ല, ഇയാൾക്ക് എന്തും ഇല്ല, ഇയാൾ ജീവോ. അങ്ങനെ വിളിച്ചിട്ടൊന്ന് ദുആർക്കോകാണ് വിളിച്ചില്ല, ദുആർക്കോ വിളിച്ചിരാവും. അങ്ങനെ ഇയാൾ വന്നിട്ട് ദുആർന്നിട്ട് എല്ലാ നേരം പോയി ആചാരം തോന്നിയിട്ട് ഇയാൾ ഒത്തിരുന്ന് പഠിപ്പുള്ളൊക്കെ ആളല്ലേ. ഞാനിങ്ങനെ വെറുതെ ഇത്ര പൈസ ചെലവാക്കി ഹജ്ജി പോയിട്ട് ആ ഷർട്ടും ഇല്ല എന്തെങ്കിലും ഉണ്ടായി വണ്ടതിനാട്ടി നല്ലത് എല്ലാം ഇയാൾ വിസയ പഠിക്കാൻ ചോദിച്ചിട്ട് ചെന്നോളാം. അന്നൊക്കെ റെയിൽവേ സ്റ്റേഷൻ തോന്നുന്നു പൊട്ടിക്കുന്ന മണ്ടറ പുറത്തുണ്ടാക്കി എന്റെ റെയിൽവേ പോണ്ടി പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ തോന്നുന്നു ഹജ്ജിന്റെ വിസയ പഠിപ്പാട്ടി ഒന്ന് പോണ്ടി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അയാൾക്ക് എടുത്ത് ഇയാൾ ഗുണം മനസ്സില്ല. ഇയാൾക്ക് ഇത് ബോംബെത്തോടെ പറഞ്ഞമാക്കിയത്തോളെ പഠിച്ചിട്ടായിട്ടില്ല കുഴപ്പം. ഹജ്ജി വിളിച്ചുകൊണ്ടല്ല ഇത് ബോംബെ. അങ്ങനെ ബോംബെ വിളിച്ച് ആചാരണ പോട്ടാണ് നിക്കോട്ട്. അങ്ങനെ കുറേ നാളാകുമ്പോൾ ഇയാൾ മനസ്സിലാവും ഹജ്ജി വിളിച്ച പോയി എന്നൊക്കെ ആചാരം മനസ്സ്. അങ്ങനെ ലാസ്റ്റ് അവിടെ ഏറ്റവും വലിയ MLA വലിയൊരു കേരളത്തിൽ ഒരാളെ പിടിച്ചിട്ട് ഇയാൾ പാസ്പോർട്ട് ആക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ഹടക്കുള്ള സീറ്റുണ്ട്, ഇയാൾ പിടിച്ചോണ്ട് പോയി. അങ്ങനെ പോയി വന്നിട്ട് PT ചൊല്ല ആള് ഹജ്ജിന് കവിത ഉണ്ടാക്കിയിട്ട് ഹജ്ജ് അനുഭവങ്ങൾ. ഈ ചെറിയാപ്പോ ഹജ്ജി പോയിരിക്കുന്ന വിജയം ലോകത്ത് ഒന്നായി PT-യിലൂടെ. അയാൾ വലിയ കവിയാണ്. പിന്നെ അതേ വർഷം ഈ PT ചൊല്ല ആൾ മരണപ്പെട്ടു പോയിട്ട് ഞാൻ ഈ സംഭവം ഒരാൾ ഉസ്താദിന്റെ അനുഭവം അത്ഭുതപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ചെല്ല എപ്പോഴും പഠിച്ചോണ്ട് പഠിക്കണ ഇങ്ങനത്തെ അനുഭവങ്ങളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം തണ്ടവും. അതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ബേജാറായിട്ട് നിൽക്കണ്ട. അള്ളാഹു തണ്ടവും. മനുഷ്യരെപ്പോ നോക്കിയിട്ട് എന്തിനാവാ എന്തൊരു ഐത്തിന് പേരിക്കും എന്തിനാക്കോ മനുഷ്യന് സാധ്യം. നീ തകർന്നിട്ട് പോകുന്നൊരു പേരിക്കോ കഴിയാതുമില്ല. അള്ളാഹു കാക്കട്ട് നീ പോകുന്നെങ്കിൽ എന്തിനാക്കോ സാധ്യം. എത്ര വലിയ ബിൽഡിങ്ങുകൾ തകർന്നിട്ട് ഞാൻ വയനാട്ടിൽ പിറക് ഭൂമി കുലുക്കമുണ്ടാക്കി എത്ര ആൾമാർ മരിച്ചുപോയാൽ ഞാൻ ഒടുങ്ങിയേക്കേ ഞാൻ എന്തരാവാ എന്തിനാ ഇത് നന്റെ കൊണ്ട് എന്തിനാ തടയോ സാധ്യ. മനുഷ്യനെപ്പോഴും വെപ്രാളത്തിലേക്ക് വെപ്രാളാൻ ചൊന്നെങ്കിൽ നിന്റെ ഈ ദൗർബല്യത്ത് കൊറടിയത്ത് നടത്താം. ഫ്ലൈറ്റിൽ പോകുമ്പോൾ കുറെ ആൾമാരെ കണ്ടു. ഫസ്റ്റ് ഗൾഫ് കൊണ്ടും കണ്ടായി. പിന്നെ അങ്ങനെ ഈ ഇമിഗ്രേഷൻ ഫ്ലൈറ്റ് അനൗൺസ് വന്ന പാട് ഓർഡർ എന്തി ഓർഡർ കേട്ടേ സീറ്റ് വേറെ പിടിക്കാൻ ചെന്നു
സീറ്റ് വേറൊരുത്ത നല്ല സീറ്റിൽ പോയിട്ട് ഇന്നത്തെ വെച്ചെങ്ങാച്ചോളുടെ പേടി അല്ല പോവാ നീക്ക് അവൾ റിസർവ് ആയ സീറ്റല്ല ഇനിയോളത്തെ തെക്കടേ ഇല്ല ചോദിച്ച ഔട്ട് കേൾക്കില്ല അവൾ എല്ലാവരും വന്നോളൂ ഓർഡർ എന്തെങ്കിലും സീറ്റ് വേണോ ബസ് ഓടിക്കിടക്കത്ത ബസ്സിന് പറ്റിട്ട് പുറത്ത് ഓടിയോളൂ പണ്ട് എല്ലാവരും ചൊണ്ട ഉദാഹരണം എന്തി ഓർഡർ അർജന്റ് എത്തും അങ്ങനെ ക്ലാസ് കൊണ്ട് വാട്ടി ഓതാൽ തന്നെ സീമാവും എന്തേ ബസ് കയറിയിട്ട് ഓടുന്നേ ഇതാണ് മനുഷ്യൻ എപ്പോഴും വെപ്രാളം ഈ നാളെ ഇപ്പൊ ചൊന്ന സത്യം ഇത് പ്രസംഗിക്കോ സുലഭ നക്കും നികവും ഉൾക്കൊള്ളുകയാവുന്നുണ്ടായെങ്കിൽ ഈ ലോകത്ത് ഞാൻ എത്ര വലിയ ദരിദ്രനാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങളെപ്പോലെ സന്തോഷത്തിലുള്ള ആൾമാനിക്കാന് പിന്നെ ദുനിയാവും ചെന്നെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് ഒരാൾ നല്ലാവണം ചൊന്ന് വിചാരിച്ചാണ്ടെങ്കിൽ അവിടെ അവഗണന പണ്ട് അവിടെ ആരും ക്യാറാക്കല സത്യം ചൊല്ലെനിക്കെത്താളെ കളവാക്കണെനിക്കെത്ത ടൈമാണ് കളവ് ചൊല്ലെനിക്കെത്താളെ നേരാക്കണെനിക്കെത്ത ദുനിയാവിലാണ് ഞാൻ ജയിച്ചോണ്ടുള്ളത് നിങ്ങളൊത്തുള്ളൊരു മങ്ങിലാവിടും പേര് ആ മങ്ങിൽ തന്നെ നിങ്ങൾ ചെന്നാൽ അവിടെ എതിർ നിന്നിട്ട് ശരീരത്ത് ചെന്നത് മാത്രമേ നടക്കണമെന്ന് ചെന്നെങ്കിൽ നിങ്ങൾ അവിടെ തേർഡ് ക്ലാസ് ആരെ വന്നോൾ സ്വന്തം പെഞ്ഞായിടം വന്നോൾ സ്വന്തം ഇന്നത്തെ ആധുനിക മക്കൾ വന്നോൾ എന്ത് അതിനർത്ഥം അങ്ങനെ ഇതിന്റെ ഒന്നിട്ട് നാനങ്ങളൊട്ടി കൂടുതലല്ല ಅದಕ್ಕೆ ನೆಲನಿಲ್ಪಿಲ್ಲ ಇದಕ್ಕಾണ് നിലനിൽപ്പ് ഞാൻ ഇതെന്തിയാക്കണെന്ന് ചൊന്നെങ്കിൽ ലില്ലാഹി അസ്സ വജൽ പഠിച്ചോളുവാനായിട്ട് മാത്രം അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഒരാളെ ക്യാരോ അടിക്കാറ് അവനൊരു ഉദയത്തിൽ ഷെയർ കൂടിയാണ് പേരിക്കുക അഞ്ചാലത്തെ ഒരു ഉദാഹരണമായി ആ സമയത്ത് ആറാമത്തെ ഒരാൾ ഏഴാമത്തെ ഒരാൾ നിക്ക് ഷെയർ ഉണ്ടെങ്കിൽ പണ്ടേ കേൾക്കുമ്പോ പണ്ട് അപ്പൊ ലിസ്റ്റ് എടുത്ത ഈ ആറാളെ നോക്കുമ്പോ ഒരാൾ ഓണുക ആവാത്ത ഒരാളുണ്ട് അയാൾ നല്ല ലൈറ്റിക്ക് ചെറുപ്പ അപ്പൊ ഓൻ ചെന്ന ഇയാളിന്നെങ്കിൽ ഈ ഉദയത്തിനാണില്ലേ ഈ നടക്കായിട്ട് ദുനിയാവും അപ്പൊ നോക്കുമ്പോ ഈ പോത്ത് തന്നെ പെട്ടുപോയി തേര് ഇയാളുള്ളത് കൊണ്ട് ഈ പോത്ത് കൊണ്ട് വേണ്ട എന്റെ സംഭവം ഇയാൾ നല്ല ആളാണ് പക്ഷെ ദുനിയാവ് അങ്ങനെ പരിഗണനയുള്ളത് നല്ല ആൾമാർക്ക് അടിക്ക് കൊണ്ടെങ്കിൽ അന്ത്യനാളിലാണ് ജീവിച്ചുകൊണ്ടുള്ളത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു അതിനൊട്ടിയെ നീ കൂടണ്ട നീ അള്ളാഹുടെ ആളാവണം അള്ളാഹു തന്നൊട്ടിയെ ഉള്ളാണ്ടായെങ്കിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലക്ഷക്കണക്കിൽ ആൾമാരെ കൂട്ടിയിട്ട് ഈജിപ്തിന് നേരെ സീനായി മറുഭൂമിക്ക് പോകുമ്പോ റെഡ് സീ ഉണ്ട് ഇത് റെഡ് സീനെ മുട്ടേക്ക് പോകുന്നുണ്ട് എന്തില്ല എന്ത് പണ്ട് നേരെ നടന്നില്ലെങ്കിൽ മറുഭൂമിന് അപ്പുറത്തേക്ക് എത്താൻ പക്ഷെ ഇങ്ങനെ പേടിച്ചിട്ട് നേരെ പെട്ടുപോയിട്ട് റെഡ് സീനെ വന്നു തിരിഞ്ഞു നോക്കുമ്പോ ഫിറഔനും സൈന്യവും വന്നോണ്ടുണ്ട് ആകെ പേടിയായിട്ട് എല്ലാവരും ചെന്നാലും ഞങ്ങൾ കുടുങ്ങിയാറ് പക്ഷെ അവിടെ മൂസാ നബി അലൈഹി സ്വലാം ചെന്നവർ പറക്കൊണ്ട് എന്തിനു വന്നുണ്ടാ ഇല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നെങ്കിൽ പറക്ക ഒരിക്കലും ഇല്ല ഇന്ന മഴി റബ്ബി സയഹ്ദീനാൻ നല്ലൊട്ടിಗೆ ನನ್ನ ರಬ್ಬುള്ള ಅವನಕ್ಕೆ ತಿರುಗಾಟಿ ತಂದಾണ്ട് മൂസാ നബി അലൈഹി സ്വലാത്ത് മൂസാ നബിക്ക് ഒരു ധൈര്യമാണ് എന്റെ നല്ലൊട്ടിಗೆ ನನ್ನ ರಬ್ಬുള്ള ഖുർആൻ എല്ലാവർക്കും പേടി മൂസാ നബി അലൈഹി സ്വലാമു പേടിയില്ല ഹാറൂൻ നബി അലൈഹി സ്വലാമു പേടിയില്ല എന്തേ റബ്ബുള്ളത് കൊണ്ടാണ് ഇന്നനി മഅകുമാ അസ്മഉ വഅറാ നിങ്ങളൊട്ടിಗೆ നാനുണ്ട് അല്ലാഹു ഞാൻ കേട്ടോണ്ടുള്ള ഞാൻ കണ്ടോണ്ടുള്ള നിങ്ങൾ എന്തും പേടിക്കണ്ട ഈ ജണ്ട എല്ലാവർക്കും പേടി അത് പേടിയില്ല മൂസാ നബി അലൈഹി സ്വലാമു പേടിയില്ല ഹാറൂൻ നബി അലൈഹി സ്വലാമു പേടി എന്നെ പേടിയില്ല അല്ലാഹു ഉള്ളതുകൊണ്ട് വെറുതെ ചെല്ല ഇപ്പൊ അവിടെ തെറ്റിട്ട് കുറെ ആൾമാർ ചൊല്ലുവാർ അവിടെ ഞാൻ പടിയാക്കടെ അവിടെ ഞാൻ പടിയാക്കടെ ചില ആൾമാർ ട്രംപടെ ഞാൻ പടിയാക്കടെ അവിടെ ഞാൻ പൊടില്ല എൻ്റെ അതിൽ കിട്ടിയത് അത് എൻ്റെ വലിയനൊട്ടി ചെയ്തല്ല കുടുംബത്തെങ്ങനൊട്ടി ചെയ്തല്ല അങ്ങനെ ചെല്ലുവാർ അയാൾ ഭയങ്കരമാവും ട്രംപ് കിട്ടിയും പൊടിയാവും അവൻ കിട്ടിയിട്ട് നോക്കണേ എതിർല് എന്റെ ഏത് അസത്യത്തെ ആൾമാരെയും ബാക്കിലാക്കോ പൊടിയാക്കോ സാധ്യ എപ്പ നല്ലൊട്ടിಗೆ അള്ളാഹുവിന്റെ മാത്രം നല്ലൊട്ടിಗೆ അള്ളാഹു ഇല്ലേ ഒരു ഈ മടലുള്ളൂ മേലിലെ ഈ തെങ്ങടെ മടൽ പോകുന്നുണ്ടാകുമ്പോ അതിനെ തന്നെ പേടിച്ചിട്ട് ഞാൻ പാമ്പ് ചെന്നിട്ട് ഓടണേ ഓലപ്പാമ്പിടെ വരെ ഞാൻ പേടിക്കോ എന്റെ യഥാർത്ഥത്തിൽ അത് പാമ്പല്ല അത് മടലിലെ പാമ്പാണ് അതിനെ കണ്ടിട്ട് ഞാൻ പേടിക്കോ എപ്പേ നല്ലൊട്ടിಗೆ അള്ളാഹു ഇല്ല എങ്കിൽ നല്ലൊട്ടിಗೆ അള്ളാഹു ഉണ്ടാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൻ തങ്ങൾ ഗോൾഡൻ ജൂബിൽ പ്രസംഗിച്ചത് യൂട്യൂബിൽ നീക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് നോക്കണം ആ തങ്ങ അവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട് മൻ ഖാഫ അല്ലാഹ ഖാഫ വല്ലാത്തൊരു പ്രസംഗം അള്ളാഹുടെ ഒരാൾ പേടിച്ചെങ്കിൽ എല്ലാവരും കൊണ്ട് പേടിക്കണം അതുകൊണ്ട് ഞാൻ പണ്ടും അള്ളാഹു അല്ലാത്ത ഒരാളെ പേടിച്ചിട്ടില്ല ഇന്നും പേടിച്ചിട്ടില്ല എപ്പം പേടിച്ചിട്ടില്ല എന്നൊന്നെങ്കിൽ ഒരു പ്രസംഗം ഭയങ്കര ധീരമായ ഒരു പ്രസംഗമുണ്ട് അപ്പൊ ഞങ്ങളൊട്ടിಗೆ വേനായത് അള്ളാഹുവാണ് ലോകത്തെ എല്ലാ മുതലാളിമാരും എല്ലാ രാജകീയ നേതാക്കന്മാരും ഞങ്ങളൊട്ടിയുള്ള അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ഇല്ലാണ്ടായി ഞങ്ങൾ സോത്തുട്ടേ പോണ്ട് ബാക്കി ആരും ഇല്ല ഇന്നനി മഅകുമാ അസ്മഉ വഅറാ ഞാൻ കേൾക്കടേ ഞാൻ കണ്ടേ ഞാൻ നിങ്ങളൊട്ടിಗೆ ഉള്ളേന് അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ചെല്ലണു അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനത്തെ നല്ല വിശ്വാസം അള്ളാഹു ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ ഞങ്ങൾക്ക് നീ വലിയ ഇസ്സത്ത് നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ നാം ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാരെല്ലാവർക്കും നല്ല അചഞ്ചലമായ വിശ്വാസം നൽകണം റഹ്മാൻ
അർഹമർ റബ്ബേ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകലമായ തെറ്റുകളെ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ മഹബ്ബത്ത് മഅരിഫത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.